ഹലോ, ഇന്ന് ഈ ഹാഫ് ബോട്ടിലുമായിട്ട് ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് ചിലവർക്കെങ്കിലും മനസ്സിലായി കാണും. നമ്മൾ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ആ ക്ലൗഡ് സ്റ്റാൻഡാണ് മേക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഗ്ലൂ ഗൺ ആകുമ്പോൾ ഒന്ന് സ്പീഡിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ്. ഗ്ലൂ ഗൺ വെച്ചതിന് ശേഷം ആ സൈഡിൽ ഇതേപോലെ പഞ്ഞി വെച്ച് കൊടുക്കണം. അപ്പോൾ ആ സൈഡ് റെഡിയായി. അങ്ങനെ ഇതേപോലെ ആ ഒരു ബോട്ടിലിൻ്റെ 3 സൈഡിലും ചെയ്തെടുക്കണം. 3 സൈഡിൽ ചെയ്തെടുക്കുന്നത് എന്തിനാന്ന് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. ആ ഒരു സൈഡിൽ കുറച്ച് ഗ്യാപ്പ് നമ്മൾ വിട്ടിരിക്കണം. ഞാൻ ഇതേപോലെ ഗ്ലൂ ഗൺ വെച്ച് കുറച്ചാക്കിയ ശേഷം പെട്ടെന്ന് ഒട്ടിക്കണം. ആ ഗ്ലൂ ഉണങ്ങുന്നതിന് മുന്നേ വേണം ഇതൊട്ടിക്കാൻ. അങ്ങനെ ഇതെല്ലാം ഇതേപോലെ കറക്റ്റ് ഓർഡറിൽ വെക്കണം. അതിൻ്റെ ആ ബോട്ടിൽ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഡൗൺ സൈഡ്, അവിടെയും ഇതേപോലെ തന്നെ ചെയ്യണം. എല്ലായിടവും ഇതേ സെയിം പ്രോസസ്സ് വേണം ചെയ്യാൻ. ഇത് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ഒക്കെ ചെയ്യണം, ഇതൊന്ന് സ്റ്റിക്കായൊക്കെ കിട്ടാനായിട്ട്. ഇതേപോലെ ഞാൻ കുറച്ച് ക്ലിയർ ആയിട്ട് കാണിക്കാനാണ് എല്ലായിടവും സ്റ്റിക്ക് ചെയ്യുന്നത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മളിതാ ഇത്രയും സൈഡിൽ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പോർഷനും കൂടെ ഉള്ളൂ. അവിടെയും ഗ്ലൂ ആക്കിയതിന് ശേഷം ഇതേപോലെ നമ്മൾ പഞ്ഞി വയ്ക്കുന്നു, സ്റ്റിക്ക് ചെയ്യുന്നു. സിമ്പിളാണ് ഈ മെത്തേഡ്. എന്തായാലും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് പോയി ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണ്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഓർഡർ ചെയ്തതിന് ശേഷം ഇനി കറക്റ്റായിട്ട് ഈ ഗ്യാപ്പ് കാണുന്നിടത്തൊക്കെ ഉണ്ടല്ലോ, അവിടെയെല്ലാം കുറച്ച് ഗ്ലൂ ഒക്കെ ആക്കിയ ശേഷം ഇതേപോലെ പഞ്ഞി ഒട്ടിച്ച് വയ്ക്കാം. ഞാൻ അവിടെ ഗ്ലൂ ആക്കിയപ്പം അവിടെ ഒട്ടിച്ചിരുന്ന പഞ്ഞി എൻ്റെ കൂടെ ഇളകിപ്പോന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും അതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ എല്ലാ പോർഷനും കറക്റ്റായിട്ട് കവർ ചെയ്യണം, ആ ഒരു ഡൗൺ പോർഷൻ ഒഴിച്ച്. ഇനി അതിന് നമുക്കൊരു സ്റ്റാൻഡ് വേണമല്ലോ. ഈ സ്റ്റാൻഡ് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ എൻ്റെ ടോയ്സിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അപ്പം ഇതേപോലത്തെ സ്റ്റാൻഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡ് റോൾ ചെയ്ത് വയ്ക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലൂ എന്തായാലും ഞാൻ കുറേ ഗ്ലൂ ഒഴിക്കുന്നുണ്ട്, എന്നാലും സ്റ്റിക്കായിട്ട് നിൽക്കുള്ളൂ, ബോട്ടിലല്ലേ. എന്നിട്ട് ഇതേപോലെ ആ ഒരു സ്റ്റിക്ക് ചെയ്യാത്ത പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഇതേപോലെ വയ്ക്കണം. ഇപ്പം മനസ്സിലായല്ലോ നമ്മൾ എന്തിനാണ് അവിടെ ഒന്നും വെക്കാതിരുന്നതെന്ന്. ഇതേപോലെ സ്റ്റാൻഡ് വയ്ക്കാനുള്ള ആ ഒരു ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാ മെത്തേഡും സിമ്പിളാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ലൈറ്റാണോ ആ ലൈറ്റ് എടുക്കാം. എന്നിട്ട് അത് ഓൺ ചെയ്ത് നമ്മുടെ ആ ഒരു ബോട്ടിൽ ഹാഫ് എടുത്തതിൻ്റെ കാരണം അതിൻ്റെ ഉള്ളിലോട്ട് വെക്കാനായിട്ടാണ്. അങ്ങനെ ഓൺ ചെയ്ത ശേഷം അതിനെ ഒന്ന് വെക്കണം. ഇപ്പം നമ്മുടെ ഡെസ്കിൻ്റെ സെറ്റപ്പേ മാറിപ്പോയി. എങ്ങനെയുണ്ട്? ഒരു വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടാണ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? എനിക്കും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടാനാണ് ഞാൻ ഈ ഒരു ഐഡിയ കണ്ടപ്പം ആ സമയത്ത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് ഏത് കളർ ലൈറ്റ് വേണമെങ്കിലും ഇതിൽ ഇൻസെർട്ട് ചെയ്യാം. ഞാൻ യെല്ലോ കളർ ഇട്ട് നോക്കി. പിന്നെ ഈ കളർ, ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഒരു നല്ലൊരു വൈബ് കിട്ടുന്ന ഒരു കളർ, ഒരു DJ കളർ പോലെയുണ്ട്. നിങ്ങൾക്ക് ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ബൈ ബൈ.